വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. സമയബന്ധിതമായി പദ്ധതികൾ നടപ്പാക്കും 30 സുപ്രധാന തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. 3:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അതേസമയം ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എസ്റ്റേറ്റുകളിൽ സർവേ തുടങ്ങിയിട്ടുണ്ട്. കൃഷി, വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച തുടങ്ങി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ടി. സിദ്ദിഖ് എം.എൽ.എ, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് തുടങ്ങിയവരുമായാണ് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നടക്കുന്നത്. ടൗൺഷിപ്പിന്റെയും വീടുകളുടെയും പ്ലാൻ എന്നിവ യോഗത്തെ അറിയിക്കും. ഈ മാസം 4-ാം തീയതിയാണ് 2ാം ഘട്ട കൂടിക്കാഴ്ച. അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ സഹായം ലഭിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തും. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്ന് പ്രത്യേക ധനസഹായവും കേരളം ആവശ്യപ്പെടും. എംപിമാരുടെ സഹായവും തേടും. UN അടക്കമുള്ള വിദേശ സംഘടനകളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള ശ്രമവും നടത്തുന്നതായിരിക്കും. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി 2219 കോടിയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ദുരന്തം അനുഭവിക്കുകയും ചെയ്യുന്ന വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന് ചില്ലിക്കാശ് ധനസഹായം നൽകാത്ത ക്രൂരതയാണ് കേന്ദ്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം അയച്ച വ്യോമസേന ഹെലികോപ്റ്ററിന്റെ ചെലവിനത്തിൽ 132 കോടി 61 ലക്ഷം ഉടൻ അടയ്ക്കണമെന്ന മന്ത്രാലയത്തിന്റെ കത്ത് തെളിയിക്കുന്നതും ഹൃദയശൂന്യമായ നിലപാട് തന്നെയാണ്. കേന്ദ്രം കേരളത്തിന് പ്രത്യേക ധനസഹായം ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ആവശ്യത്തിന് പണം നൽകി എന്ന് പറഞ്ഞ് കൈ കഴുകിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത, സംസ്ഥാന റവന്യൂ ദുരന്ത നിവാരണ ഭവന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം കേന്ദ്രം പണം തന്നില്ലെങ്കിലും ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി വയനാട്ടിൽ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നും പറയുന്നത് നടപ്പിലാക്കാനാണ് LDF സർക്കാർ നിലകൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് തന്നെ വ്യക്തമാക്കിയ കാര്യമായിരുന്നു. നാടിന് വിരുദ്ധമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും സഹായം ഇനിയും ആവശ്യപ്പെടുമെന്നും അത് അർഹതപ്പെട്ടതാണ് എന്നും അദ്ദേഹം പറയുകയാണ്.